എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഈ വർഷം പുതിയ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചത്. പുതിയ രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു മറ്റൊരു സംശയമാണ്, സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഈ വർഷം പുതിയ രീതിയിലും പുതിയ വെബ്സൈറ്റുകളിലൊക്കെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. വിദ്യാർത്ഥികൾ എങ്ങനെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് വിദ്യാർത്ഥികൾ പരിശോധിക്കുക. സാധാരണ എല്ലാ വർഷങ്ങളിലും കേരള results.nic.in എന്ന വെബ്സൈറ്റിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ സിസ്റ്റം കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റും കാര്യങ്ങളും കുറച്ചും കൂടെ സേഫും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട്. സിസ്റ്റം കുറച്ചും കൂടെ അപ്ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HSC പോർട്ടൽ, അതായത് result.hsc.kerala.gov.in എന്ന പോർട്ടലിൽ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതിനും ഒരു നിബന്ധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ വർഷങ്ങളിൽ നമുക്ക് ഏതൊരു സ്കൂളിലെയും സ്കൂൾ വൈസ് റിസൾട്ട് നമുക്ക് എല്ലാ വർഷങ്ങളിലും എടുക്കാമായിരുന്നു. ബട്ട് ഈ വർഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ സ്കൂളിലെ റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റൊരു സ്കൂളിലെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. കുറച്ചും കൂടെ സിസ്റ്റം അപ്ഡേറ്റും കുറച്ചും കൂടെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് സേഫും മറ്റു കാര്യങ്ങളൊക്കെ DHSC വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ HSC പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ മാത്രമേ കിട്ടുകയുള്ളൂ, മറ്റൊരു സ്കൂളിലെ നിങ്ങൾക്ക് കിട്ടുകയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.